Once again, welcome back to the session, everyone. So we were discussing about the areas relating to audit risk, internal controls, substantive procedures, then corporate governance ethics and നോക്കി ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ്. സോ ബേസിക്കലി റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തന്നെ വരുന്ന ഏരിയ ആണ് ദ ഏരിയ ഓഫ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. സോ ലിറ്ററലി സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആയിരിക്കും മെയിൻ ക്വസ്റ്റ്യൻ. അതിലെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കാം നമുക്ക് റിപ്പോർട്ടിംഗ് പാർട്ട് വരുന്നുണ്ടാവുക. സോ ബേസിക്കലി അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യമേ റിപ്പോർട്ടിങ്ങിന്റെ ഏരിയസ് റിവൈസ് ചെയ്യാം. അതിനുശേഷം വി വിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഏരിയ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഐ മീൻ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആസ് വെൽ ആസ് റിപ്പോർട്ടിംഗ്. സോ നമ്മൾ ഓഡിറ്റ് പ്രോപ്പർലി പഠിച്ചതായിരുന്നു. സോ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ പലതരത്തിലുള്ള ഒപ്പീനിയനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓരോ ഒപ്പീനിയൻ ഏതൊക്കെ സിറ്റുവേഷനിലാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമായിരുന്നു ബേസിക്കലി ഒപ്പീനിയൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആസ് എൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ ഒപ്പീനിയൻ ആണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. ആൻഡ് ആസ് എൻ ഓഡിറ്റർ ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നമ്മൾ മെയിൻലി രണ്ട് തരത്തിലുള്ള ഒപ്പീനിയനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? മോഡിഫൈഡ് ഒപ്പീനിയൻ, അതേപോലെ തന്നെ ഏതായിരുന്നു ഉണ്ടായിരുന്നത്? Unmodified. Yeah, same as that we have unmodified opinion, അല്ലേ? അപ്പം മോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ടാവും, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ഉണ്ടാവും. മോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെ നമ്മൾ പിന്നീട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയായിരുന്നു? Qualified opinion. ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഉണ്ട്, പിന്നെ Adverse opinion. അഡ്വേഴ്സ് ഒപ്പീനിയൻ ഉണ്ട്, പിന്നെ Disclaimer of opinion. സെയിം as that നമുക്ക് അഡീഷണലി പഠിക്കാനായിട്ടുള്ള ഏതായിരുന്നു? there is something called disclaimer of opinion, അല്ലേ? ഓക്കെ, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ നമ്മൾ ഫെർദർ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരുന്നത്? Unqualified. അല്ലെ? അൺക്വാളിഫൈഡ്, വിച്ച് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ദെൻ ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്തായിരുന്നു മീൻ ചെയ്യുന്നത്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ. യെസ്, ഇറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ ബട്ട് സബ്ജക്ട് ടു സം റിസർവേഷൻസ്, അല്ലേ? ചില ഏരിയാസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏരിയാസ് ട്രൂ ആൻഡ് ഫെയർ ആണ് എന്ന് പറയുന്നതായിരുന്നു എന്ത്? മോഡിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറയാം. അഡ്വേഴ്സ് ഒപ്പീനിയൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തായാലും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡസ് നോട്ട് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്നുള്ള കാര്യമായിരുന്നു. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഏത് സിറ്റുവേഷനിലായിരുന്നു നമ്മൾ കൊടുക്കുന്നത്? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ Lack of audit evidence. Both material. സമയത്താണ് നമ്മൾ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കുക, അല്ലേ? അത് ലിറ്ററലി വിച്ച് മീൻസ് നമ്മൾ അവിടെ എങ്ങനെയായിരിക്കും കൺക്ലൂഡ് ചെയ്യുന്നത്? വി ആർ എനബിൾ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്കൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതായിരുന്നു എന്ത്? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു ക്വാളിഫൈഡ് ഉണ്ടാവും, അഡ്വേഴ്സ് ഉണ്ടാവും, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. ഇനി അൺമോഡിഫൈഡ് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം അൺക്വാളിഫൈഡ് എന്നാണ്. വിച്ച് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ ആണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. അപ്പം ഒപ്പീനിയൻ ഏതാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അവിടെ എന്താ നോക്കേണ്ടത്? മിസ്സ്റ്റേറ്റ്മെന്റ് എത്രയാണെന്ന് നോക്കണം, അല്ലേ? മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് എത്രയാണ്? സോ നമ്മുടെ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് കൺസിഡർ ദാറ്റ് ഇറ്റ് ഈസ് 1 lakh. ഓക്കെ, 1 lakh ആണ് നമ്മുടെ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട്. അപ്പൊ നമ്മൾ നോക്കണം ഈ 1 lakh എന്ന് പറയുന്ന മിസ്സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം നോക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇത് പെർവേസീവ് ആണോ എന്നുള്ള കാര്യവും നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു മിസ്റ്റേക്ക് മെറ്റീരിയലും പെർവേസീവ് ആണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഓരോ പെർട്ടിക്കുലർ ഒപ്പീനിയൻ കൊടുക്കുന്നത് നമ്മൾ പഠിച്ചിരുന്നു. ഇനി മെറ്റീരിയാലിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷന്റെ ബേസിസിൽ നോക്കാം. അവിടെ തന്നെ നമ്മൾ ഏതൊക്കെ എമൗണ്ട്സ് ആണ് നോക്കുന്നുണ്ടാവുക? നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷന്റെ ബേസിസിൽ ഏതൊക്കെയായിരുന്നു? ടോട്ടൽ അസറ്റിന്റെ ബേസിസിൽ നമുക്ക് മെറ്റീരിയൽ ആണോ നോക്കാം. പിന്നെ അടുത്ത ഏതായിരുന്നു? ഓക്കെ, നെറ്റ് അസറ്റിന്റെ ബേസിസിൽ നോക്കാം. പിന്നെയോ ഇത് രണ്ടുമായിരുന്നു SOFPയുടെ ബേസിസിൽ നോക്കിക്കൊണ്ടിരുന്നത്, അല്ലേ? SOPLിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഏതൊക്കെ കാര്യത്തിന്റെ ബേസിസിലാണ് നമ്മൾ മെറ്റീരിയാലിറ്റി നോക്കുന്നത്? SOPLില് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മതി. പ്രോഫിറ്റിന്റെ ബേസിസിൽ. പിന്നെ റവന്യൂന്റെ ബേസിസിൽ നോക്കാം. അതുമല്ല എന്നുണ്ടെങ്കിലോ ഗ്രോസ് പ്രോഫിറ്റിന്റെ ബേസിസിൽ, അല്ലേ? ഗ്രോസ് പ്രോഫിറ്റിന്റെ ബേസിസിൽ നോക്കാം. അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ, ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്? 1%. 1%-ന് മേലെ ടോട്ടൽ അസറ്റിന് വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, നെറ്റ് അസറ്റ്സിന്റെയോ 2%.
2% ഓഫ് ദി നെറ്റ് അസറ്റ്സ്. പ്രോഫിറ്റിന്റെ എത്ര പെർസെന്റേജ് ആയിരുന്നു? 5%. ആയിരുന്നു അല്ലേ? 5% ഓഫ് പ്രോഫിറ്റ്. റവന്യൂന്റെയോ 0.5. 0.5%. ഗ്രോസ് പ്രോഫിറ്റിന്റെ എത്ര തന്നെയാണ്? 0.5%. യെസ്. അപ്പൊ ഇതിന്റെ ബേസിസിലായിരുന്നു നമ്മൾ മെറ്റീരിയാലിറ്റി നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വി നീഡ് ടു കൺസിഡർ മെറ്റീരിയാലിറ്റി ഓൺ ദി ബേസിസ് ഓഫ് ദി നേച്ചർ ആസ് വെൽ. നേച്ചറിന്റെ ബേസിസിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മെറ്റീരിയൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ അല്ലേ? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും? ഒരു പേരന്റ് കമ്പനി സബ്സിഡറി തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസോ, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റും ജോയിന്റ് വെഞ്ചറും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻസോ, അതുമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഏതെങ്കിലും കീ മാനേജ്മെന്റ് പേഴ്സൺസ്, ഡയറക്ടേഴ്സ് ഒക്കെ തമ്മിൽ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും. അതെപ്പോഴും മെറ്റീരിയൽ ആയിരിക്കും. രണ്ടാമത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇഫ് ദർ ഈസ് സംതിങ് ദാറ്റ് മേ അഫക്ട് ദ ഗോയിങ് കൺസേൺ ഓഫ് ദി കമ്പനി, ഗോയിങ് കൺസേണിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളും എന്തായിരിക്കും? നോർമലി നേച്ചറിന്റെ ബേസിസിൽ മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു മെറ്റീരിയാലിറ്റി നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്നുണ്ടാവണം ഏത് ഒപ്പീനിയൻ ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഒരു പർട്ടിക്കുലർ ഒപ്പീനിയൻ കൺവേ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നോക്കണം. അപ്പൊ ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്നറിയാനായിട്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞത്? നമ്മൾ സ്റ്റാൻഡേർഡിന്റെ ബേസിസിൽ 3 കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്നറിയാനായിട്ട് നമ്മൾ നോക്കണം നമ്മുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഒരു സിംഗിൾ എലമെന്റിനെ മാത്രം അഫക്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണോ ഇത്? FSലെ ഒരു സിംഗിൾ എലമെന്റിനെ മാത്രമേ മിസ്റ്റേക്ക് അഫക്ട് ചെയ്യത്തുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി? പെർവേസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. പക്ഷെ ആ സിംഗിൾ എലമെന്റിന്റെ മേജർ പോർഷനും അഫക്ട് ചെയ്യണം നമ്മൾ പറഞ്ഞു, ശരിയല്ലേ? രണ്ടാമത് നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ഒരു സിംഗിൾ എലമെന്റിനെ മാത്രം ആയിരിക്കില്ല, മൾട്ടിപ്പിൾ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ സിഗ്നിഫിക്കന്റ് ആയിട്ട് അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സിന് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് വേണ്ട ഏതെങ്കിലും ഡിസ്ക്ലോഷേഴ്സ്, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ ഒമിഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയാൻ നമ്മൾ പറഞ്ഞു പെർവേസീവ് എപ്പോഴാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ഏരിയനെയാണ് അഫക്ട് ചെയ്തേക്കുന്നത്, പക്ഷേ അതിന്റെ മേജർ പോർഷൻ അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സ് ഫണ്ടമെന്റൽ ആയിട്ട് FSനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് വേണ്ട ഡിസ്ക്ലോഷേഴ്സ് എന്തൊക്കെയാണോ അത് ഏതെങ്കിലും ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേക്കഡ് ആണെങ്കിൽ ഇതെല്ലാം എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞു പക്ഷേ എക്സാം അപ്രോച്ച് നമ്മൾ എങ്ങനെയായിരുന്നു പെർവേസീവ്നെസ് നോക്കുന്നത്? അല്ല, പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം അവിടെ കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനി പ്രോഫിറ്റിലാണോ എന്നുള്ളത് നോക്കുക. കൺസിഡർ ദാറ്റ് നമ്മുടെ കമ്പനി ഇപ്പോൾ 1000 rupees പ്രോഫിറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മിസ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നോക്കുക. ഓക്കെ, ഇപ്പൊ അവിടുത്തെ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ കമ്പനിയുടെ ഈ ഒരു പർട്ടിക്കുലർ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഒരു 1300 എക്സ്പെൻസ് കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ളതായിരുന്നു മിസ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ആ എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പനി ലോസിലേക്ക് പോകും 300. സോ ഈ ഒരു പർട്ടിക്കുലർ കമ്പനി ഓൾറെഡി പ്രോഫിറ്റ് നിന്ന കമ്പനി മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം എന്തായി? ലോസിലേക്ക് പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മിസ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. ഓൺ ദ അതർ ഹാൻഡ് ഓൾറെഡി ഒരു കമ്പനി ലോസിലാണെന്ന് അസ്യൂം ചെയ്യാം, അവിടെ ഒരു ഇൻകം ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയത്. അപ്പോൾ ആ മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ലോസിൽ നിന്നുള്ള കമ്പനി പ്രോഫിറ്റിലേക്ക് വരികയാണ്. അങ്ങനെയാണെങ്കിലും ആ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് എന്തായിരിക്കും? എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഒരു മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഓൾറെഡി പ്രോഫിറ്റിൽ നിന്നൊരു കമ്പനി ലോസിലേക്ക് പോവോ, അല്ലെങ്കിൽ മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഓൾറെഡി ലോസിൽ നിന്ന കമ്പനി പ്രോഫിറ്റിലേക്ക് വരുവോ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അപ്പൊ ഈ രീതിയിലായിരിക്കും ഒരു മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെ നോക്കുക, എന്നിട്ട് മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ എന്ന് നോക്കിയിട്ട് എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ശരിയല്ലേ? ഓക്കെ, നമ്മൾ ഇനി ഈ ഗ്രീൻ കളറിൽ എഴുതുന്നതെല്ലാം കൺസിഡർ ദാറ്റ് മിസ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രീൻ കളറിൽ എഴുതുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ മിസ്റ്റേറ്റ്മെന്റ്, ആ മിസ്റ്റേറ്റ്മെന്റ് എമൗണ്ട് ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പെർവേസീവ്. ഓക്കെ, മിസ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് മെറ്റീരിയലും അല്ല, അതേപോലെ തന്നെ പെർവേസീവും അല്ല. മിസ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞത്? അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അല്ലേ? ഇനി സപ്പോസ് എങ്ങാനും ഒരു മിസ്റ്റേറ്റ്മെന്റ്, ആ മിസ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് മെറ്റീരിയൽ ആണ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് പെർവേസീവ്, അങ്ങനെയാണ് എന്ത് ഒപ്പീനിയൻ ആയിരുന്നു കൊടുക്കേണ്ടത്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത്.
ഇനി ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് എമൗണ്ട് ഇറ്റ് ഈസ് മെറ്റീരിയൽ ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ മിസ്സ്റ്റേറ്റ്മെന്റ് എമൗണ്ട് പെർവേസീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം? ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി ഓൺ ദ അതർ ഹാൻഡ് ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ്. അതായത് നമുക്ക് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ഓഡിറ്റ് എവിഡൻസ് അവൈലബിൾ അല്ല. ഇപ്പൊ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് വരുവാണ്. ഇപ്പൊ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉള്ള കേസ് ഇറ്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ആസ് വെൽ ആസ് നോട്ട് പെർവേസീവ്. ആ കേസ് നമ്മൾ അവിടെ എന്തോ പിന്നെ ആയിരിക്കും കൊടുക്കേണ്ടി വരിക? അൺക്വാളിഫൈഡ് ആയിരിക്കും. ഇപ്പൊ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ട്, ഇറ്റ് ഈസ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ്. അപ്പൊ ഏതായിരിക്കും കൊടുക്കേണ്ടി വരിക? ഡിസ്ക്ലെയിമർ. അഗെയിൻ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ട്, അതിവിടെയും മെറ്റീരിയൽ ആണ് പക്ഷെ പെർവേസീവ് അല്ല. എന്തോ പിന്നെ ആയിരിക്കും? ക്വാളിഫൈഡ്. അപ്പൊ ഈ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ഏത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കൺസിഡറേഷൻ എടുക്കുക. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ ഒന്നുകൂടെ പറയാം. ഒരു മിസ്സ്റ്റേറ്റ്മെന്റ്, ആ മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയലും അല്ല പെർവേസീവ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? അൺക്വാളിഫൈഡ് ആയിരിക്കും. മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? അഡ്വേഴ്സ് ഒപ്പീനിയൻ. മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണ് പക്ഷെ പെർവേസീവ് അല്ല, എന്ത് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുക? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇനി ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ്. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഉള്ള എമൗണ്ട് മെറ്റീരിയലും അല്ല പെർവേസീവ് അല്ല എന്നുണ്ടെങ്കിലോ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആണെങ്കിൽ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ആയിരിക്കും. ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് മെറ്റീരിയൽ ആണ് പക്ഷെ പെർവേസീവ് അല്ല, ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇസ് എ ക്ലിയർ എവരിവൺ? മക്കളെ ഓക്കെ ഫൈൻ. അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ ടൈപ്സ് ഓഫ് ഒപ്പീനിയനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ഇമ്പോർട്ടന്റ്ലി നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ്, അല്ലെ? എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്? ഏതൊക്കെയായിരുന്നു എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് നമ്മൾ പഠിച്ചത്? ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയായിരുന്നു? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, പിന്നെ അടുത്ത ഏതായിരുന്നു? അതർ മാറ്റർ പാരഗ്രാഫ്, അതർ മാറ്റർ പാരഗ്രാഫ്, പിന്നെ കീ ഓഡിറ്റ് മാറ്റർ. ഓക്കെ, കീ ഓഡിറ്റ് മാറ്റർ, അതായിരുന്നു ഏത്? KM, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്. പിന്നെ മെറ്റീരിയാലിറ്റി റിലേറ്റിംഗ് അല്ല അൺസർട്ടനിറ്റി റിലേറ്റിംഗ്, അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. പിന്നെ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്, അല്ലെ? അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. ഇത്രയായിരുന്നു നമുക്ക് എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ പഠിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫുകൾ പറയണേ. സോ വെൽ, ഫസ്റ്റ് വൺ, എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. വാട്ട് ഡു യു മീൻ ബൈ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്? എന്തായിരുന്നു മക്കളെ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് ആഡിക്വേറ്റ്ലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഓഡിറ്റർക്ക് സിഗ്നിഫിക്കന്റ് ആണ് തോന്നുകയാണെങ്കിൽ അത് എംഫസൈസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യും. ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ ഓഡിറ്റ്, ഓഡിറ്ററായി നമുക്ക് ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസ്ക്ലോഷർ, ആ ഡിസ്ക്ലോഷർ ക്ലയന്റ് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അതേക്കുറിച്ച് ക്ലയന്റ് അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ, എടുത്തു പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആണ് ഏതെന്നാ പറഞ്ഞത്? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞത്. അത് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? അത് മാറ്റർ പാരഗ്രാഫ് എന്തായാലും മക്കളെ? അതർ മാറ്റർ പാരഗ്രാഫ് ഓൾറെഡി എഫ്എസിന്റെ അകത്ത് പ്രസന്റ് ചെയ്യാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ അഡീഷണലി കറന്റ് ഇയർ ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്ററായ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ കുറിച്ചോ അഡീഷണലി നമുക്ക് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുക? വിൽ കോൾ ഇറ്റ് as അത് മാറ്റർ പാരഗ്രാഫ്. എഗൈൻ ഒന്നും കൂടി, കറന്റ് ഇയർ ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്ററായ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചോ നമ്മുടെ റിപ്പോർട്ടിനെ കുറിച്ചോ ഓഡിറ്റർക്ക് അഡീഷണൽ എന്തെങ്കിലും പറയണമെങ്കിൽ അതേ പറ്റിയിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് അതർ മാറ്റർ പാരഗ്രാഫ്. എന്തായിരുന്നു കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ്? കീ ഓഡിറ്റ് മാറ്റർ ഓഡിറ്റിന് സമയത്ത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങളാ? ചാർജ് വിത്ത് ഗവേണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്കകത്തു നിന്നും എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് യൂസേഴ്സിനോട് കൺവേ ചെയ്യേണ്ടത്, ആ ദോസ് ചാർജ് വിത്ത് ഗവേണൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്കകത്തു നിന്നും യൂസേഴ്സിനോട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുക? കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് വിളിക്കുക. പക്ഷെ നമ്മൾ പറഞ്ഞു അത് എല്ലാ കമ്പനീസിനും നോർമലി ഇൻക്ലൂഡ് ചെയ്യാറുണ്ടോ? ഇല്ല. ലിസ്റ്റഡ് ക്ലയൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ നോർമലി കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യുക. ശരിയല്ലേ? ഓക്കെ. ഇനി MURGC അല്ലെങ്കിൽ മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്, അത് ഏത് സിറ്റുവേഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്?
ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ട്. ആൻഡ് ആ അൺസർട്ടനിറ്റിനെ കുറിച്ച് ആഡിക്വറ്റ്ലി പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത്. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് ഏതെന്നാ പറഞ്ഞത്? മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഒന്നുകൂടി പറയാം. ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ആൻഡ് ആ അൺസർട്ടനിറ്റിയെ കുറിച്ച് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യുകയും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി എടുത്ത് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന പാരഗ്രാഫാണ് ഏത്? മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. ഇനി അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? അതർ ഇൻഫർമേഷൻ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് പുറമെ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് കാണിച്ചേക്കുന്ന ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അതർ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങളായിരിക്കും എന്ത്? അതർ ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പം ആനുവൽ റിപ്പോർട്ടിന്റെ അകത്ത് എഴുതിയേക്കുന്ന ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പാരഗ്രാഫ് ആയിരിക്കും അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. അത് നമ്മൾ പറഞ്ഞു, ഒന്നെങ്കിൽ നമുക്ക് അതർ ഇൻഫർമേഷൻ്റെ അകത്തുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? അതർ ഇൻഫർമേഷനെ കുറിച്ച് എന്ത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ അവിടെ ഒരു വ്യത്യാസം പറഞ്ഞു. അതർ ഇൻഫർമേഷനെ കുറിച്ചുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനാണ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് എവിടെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് നമ്മൾ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes, sir. Yes, sir. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഈ ഒരു ഏരിയ എന്ന് ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ നൗ വി വിൽ ഡു വൺ തിങ്. നമുക്ക് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന നമ്മുടെ റിവിഷൻ കിറ്റിൽ 2023-24 റിവിഷൻ കിറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പസഫിക് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് എ ലേറ്റസ്റ്റ് അവൈലബിൾ ക്വസ്റ്റ്യൻ. നമ്മളോട് അവിടെ അപ്പോൾ 3 സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നത് എന്താ നോക്കിയേ. ഡിസ്ക്രൈബ് ദ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ദ ഓഡിറ്റർ ഷുഡ് പെർഫോം ടു ഒബ്റ്റെയിൻ sufficient and appropriate audit evidence in relation to completeness of Pacific Company's trade payables and accruals. Pacific കമ്പനിയുടെ ട്രേഡ് പേബിൾസ് ആൻഡ് അക്രൂവൽസിന്റെ കംപ്ലീറ്റ്നെസ് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അസേർഷൻ സ്പെസിഫിക് ആണോ സിനാരിയോ സ്പെസിഫിക് ആണോ? അസേർഷൻ സ്പെസിഫിക് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു സിനാരിയോ തന്നിട്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തും വരാൻ ചാൻസ് ഉണ്ട്? സിനാരിയോയും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? രണ്ടാമത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? പസഫിക് കമ്പനിയുടെ ലീഗൽ ക്ലെയിമിന്റെ പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. അപ്പൊ ലീഗൽ ക്ലെയിമിന്റെ പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ പറയേണ്ടി വരിക? ഇത് സിനാരിയോ സ്പെസിഫിക് ആണോ ജനറൽ ആണോ? സിനാരിയോ സ്പെസിഫിക്. വി ഹാവ് ഗോട്ട് ദി സിനാരിയോ. മൂന്നാമത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിച്ചേക്കുന്നത്. സഫിഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് പസഫിക് കമ്പനിയുടെ റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ. സോ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ ആയിട്ടാണോ? അല്ല, നമ്മൾ പഠിച്ചതാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിൻ്റെ അകത്ത് തന്നെ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും ഉണ്ട്, സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസും ഉണ്ട്. അതിലെ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയർ ആണ് ചോദിച്ചേക്കുന്നത്. അത് ലിറ്ററലി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കറണ്ട് ഇയറും പ്രയർ ഇയറോ അല്ലെങ്കിൽ കറണ്ട് ഇയറും വേറെ ഏതെങ്കിലും ബാലൻസോ ആയിട്ടുള്ള കമ്പാരിസൺ ആയിരിക്കും എഴുതുന്നുണ്ടാവുക. ശരിയല്ലേ? അപ്പം 4 മാർക്കിന് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എല്ലാവരും വേഗം ഈ ക്വസ്റ്റ്യൻ വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 237 പസഫിക്. അതിലെ ആദ്യം ഒരു കാര്യം ചെയ്ത് ട്രേഡ് പേബിൾസ് ആൻഡ് അക്രൂവൽസിന്റെ മാത്രം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എഴുതുക. ദെൻ വി വിൽ ഡിസ്കസ് ഇറ്റ്. സ്റ്റാർട്ട് ചെയ്തോ. Starting with first part of the question. It is 1st July 2015. Pacific Company operates a chain of 14 retail stores across the country, selling its own range of cosmetic products. You are the audit supervisor of Caribbean & Co. The final audit is due to commence shortly for the year ended 31st May 2015. Draft financial statement shows revenue of 45.2 million and profit before tax of 4.1 million. The following 3 matters have been brought to your attention. As part of the year-end process, Pacific Company's payables ledger is closed at the end of the day on 31st May. Any invoices received after the date relating to the goods received before the year end are recorded in the goods received not invoiced accrual. This year, payables ledger was kept open in error until 1st June 2015. As a result,
A significant payment run for supplier made by the bank transfer on 1st June 2015 was recorded in 2015 payables ledger. The finance director has confirmed that year-end trade payables balance was corrected using a journal. നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞത്? അവര് ഇയർ എൻഡിന്റെ സമയത്ത് അവരുടെ കമ്പനിയുടെ പേയബിൾസ് ലെഡ്ജർ ക്ലോസ് ചെയ്ത് 31st മെയ്യിലാണ്. നമ്മുടെ 1st July 2015 ആണ് ഇപ്പോഴത്തെ ഡേറ്റ്. ഇയർ എൻഡ് 31st May 2015 ആയിരുന്നു. സോ ഇയർ എൻഡിന്റെ അന്നത്തെ പേയബിൾസ് ബാലൻസിനെ കുറിച്ചാണ് പിന്നീട് പറഞ്ഞേക്കുന്നത്. ഇൻവോയ്സ് ഏതെങ്കിലും ആഫ്റ്റർ ദ ഇയർ എൻഡ് ഡേറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ബിഫോർ ഇയർ എൻഡിൽ ഗുഡ്സ് കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? ഇയർ എൻഡിന്റെ അന്ന് അത് പർച്ചേസ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇയർ പേയബിൾസ് ലെഡ്ജർ പക്ഷെ അവർ എന്ത് ചെയ്തു? 1st June വരെ, അതായത് ഇയർ എൻഡിന് ശേഷം ഒരു ദിവസം കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പൺ ആയിട്ട് വെച്ചേക്കുകയായിരുന്നു. അത് കാരണം കൊണ്ട് പേയ്മെന്റ് റണ്ണ് നടത്തിയ സമയത്ത് 1st June 2015 നടത്തിയേക്കുന്ന ട്രാൻസാക്ഷൻസ് എവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്? പേയബിൾസ് ലെഡ്ജറിൽ റെക്കോർഡ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു? പേയബിൾസ് ലെഡ്ജറിന്റെ അകത്തുള്ള ബാലൻസുകൾക്കകത്ത് വന്ന ഡിഫറൻസ് എല്ലാവരും അവർ അഡ്ജസ്റ്റ് ചെയ്തു. ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മളോട് അവർ ചോദിച്ചേക്കുന്ന കംപ്ലീറ്റ്നെസിന്റെ പ്രൊസീജിയേഴ്സ് ആണ്. നമുക്ക് എങ്ങനെയായിരിക്കും മക്കൾ ഇവിടെ കംപ്ലീറ്റ്നെസിന്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുക? എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ഇവിടെ? ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അവർ നമ്മളോട് പറഞ്ഞു ജേർണൽ എൻട്രിക്കകത്ത് മിസ്റ്റേക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്തു. ജേർണൽ എൻട്രി പാസ് ചെയ്ത് അവർ മിസ്റ്റേക്ക് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ? ആ ജേർണൽ എൻട്രി തന്നെയല്ലേ റിവ്യൂ ചെയ്യേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിലല്ലേ നമുക്കറിയാൻ പറ്റുക മിസ്റ്റേക്ക് പ്രോപ്പർലി അഡ്ജസ്റ്റഡ് ആണോ എന്നുള്ളത്. അങ്ങനെയാണ് നമുക്ക് അതൊരു പ്രൊസീജിയർ ആയിട്ട് എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക? നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൊസീജിയർ പറയുമ്പോൾ ആദ്യം എന്താ പ്രൊസീജിയർ? എൻക്വയർ ആണോ, റിവ്യൂ ആണോ, ഒബ്സർവ് ആണോ, ഒബ്റ്റെയിൻ ആണോ, എന്താന്നുള്ള പറയാം. ദെൻ ഡോക്യുമെന്റ് അല്ലെ എന്താണ് വേണ്ടതെന്നുള്ള പറയാം. പേർപ്പസ് എന്താന്നുള്ള പറയാം. ഇവിടെ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുക? റിവ്യൂ. എന്തായിരിക്കും റിവ്യൂ ചെയ്യാൻ പറ്റുക? The journal entries passed in relation to the correction of misstatements in the trade payables ledger in order to confirm whether all the errors have been appropriately corrected. അല്ലേ? അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുക ജേർണൽ എൻട്രി പാസ് ചെയ്തേക്കും നമ്മൾ നോക്കുക. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ജേർണൽ എൻട്രി? മിസ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ചെയ്തുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ജേർണൽ എൻട്രി. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? in order to confirm whether all the journal entry have been properly അല്ലെങ്കിൽ appropriately adjusted in the financial statements എന്നുള്ള പറയാം. ക്ലിയർ ആയോ? Is that clear everyone? Yes, sir. Okay. Yes, sir. അടുത്ത എന്തായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? അവർ ആഫ്റ്റർ ഡേറ്റിൽ പേയ്മെന്റ്സ് നടത്തി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇയർ എൻഡിന് ശേഷം പേയ്മെന്റ്സ് നടത്തി, എന്നിട്ട് ആ പേയ്മെന്റ്സ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇയർ എൻഡിന് ശേഷം പേയ്മെന്റ്സ് നടത്തിയേക്കുന്ന എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് എന്തായിരിക്കും നോക്കാൻ പറ്റുക? Subsequent പോസ്റ്റ് ഇയർ ആൻഡ് ക്യാഷ് ബുക്ക്. പോസ്റ്റ് ഇയർ എൻഡ് പേയ്മെന്റ്സ് നോക്കിയാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? റിവ്യൂ ദ പോസ്റ്റ് ഇയർ എൻഡ് പേയ്മെന്റ്സ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്ത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും? നിങ്ങൾക്ക് ഇവിടെ എന്താ കൺഫേം ചെയ്യേണ്ടത്? കറണ്ട് ഇയറിലെ പേയ്മെന്റ്സ് എന്തെങ്കിലും പോസ്റ്റ് ഇയറിന്റെ ചെയ്തിട്ടുണ്ടോ എന്നല്ലേ അറിയേണ്ടത് നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയാൻ പറ്റുക? റിവ്യൂ ദ പോസ്റ്റ് ഇയർ ആൻഡ് പേയ്മെന്റ്സ് in order to confirm എന്തായിരിക്കും? Whether they have been related to the current year purchase. Whether any of the payments relate to the current year pre-year and purchase. If so, to confirm whether that have been included within the current year and payables. അല്ലേ? അതായത് പോസ്റ്റ് ഇയർ എൻഡിൽ ഏതെങ്കിലും പേയ്മെന്റ്സ് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കറണ്ട് ഇയർ എൻഡിലെ പേയ്മെന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ കറണ്ട് ഇയർ എൻഡിൽ അത് പേയബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടാവണ്ടേ, അല്ലേ? അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? റിവ്യൂ ദ പോസ്റ്റ് ഇയർ ആൻഡ് പേയ്മെന്റ്സ് ടു കൺസിഡർ വെദർ ഇറ്റ്സ് റിലേറ്റ് ടു ദ പ്രീ ഇയർ ആൻഡ് ഇൻവോയ്സസ് ആൻഡ് കൺഫേം വെദർ ദേ ഹാവ് ബീൻ ഷോൺ as കറണ്ട് ഇയർ ആൻഡ് പേയബിൾ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത എന്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്? അവർ പറഞ്ഞ എന്തായാലും നമ്മളോട് ഇയർ എൻഡിന് ശേഷം ഇൻവോയ്സസ് വന്നേക്കുന്നത് അവര് ഇയർ എൻഡിന് മുന്നേ ഉള്ളതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവര് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഇൻവോയ്സ്ഡ് എന്ന് പറഞ്ഞിട്ട് അക്രൂവൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കത് കൺഫേം ചെയ്യണ്ടേ?
അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇയർ എൻഡിന് ശേഷം വന്നേക്കുന്ന ഇൻവോയ്സ് ഒക്കെ അവർ ലിറ്ററലി എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്, കറക്റ്റ് ഇയർ എൻഡിൽ തന്നെ കാണിച്ചിട്ടുണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെയാണോ എന്ന് എങ്ങനെ അറിയാൻ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഇയർ എൻഡിന് ശേഷം വന്ന GRN. ഇയർ എൻഡിന് ശേഷം വന്ന GRN അല്ല, ഇയർ എൻഡിന് ശേഷം വന്ന പർച്ചേസ് ഇൻവോയ്സസ് അവർ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താ നോക്കണ്ടേ? അവർ നമുക്ക് ഡോക്യുമെന്റ് പറഞ്ഞു തന്നു. അവർ നമ്മളോട് പറഞ്ഞു ഇയർ എൻഡിന് ശേഷം വന്നേക്കുന്ന പർച്ചേസ് ഇൻവോയ്സസ് ഒക്കെ ഇയർ എൻഡിന് മുന്നേ വന്ന ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ നോക്കിയിട്ട് ഇയർ എൻഡിന്റെ അന്ന് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അക്രൂവൽ ആയിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഒരു സാമ്പിൾ ഓഫ് ഇൻവോയ്സ് എടുത്ത് നോക്കിയാൽ പോരെ, എന്നിട്ട് അത് ബിഫോർ ദി ഇയർ എൻഡ് വന്നേക്കുന്ന ഗുഡ്സിന്റെ ആണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടോ നോക്കണം, കറണ്ട് ഇയർ എൻഡിൽ സെയിലായിട്ട് കാണിച്ചിട്ടുണ്ടോ നോക്കണം. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് പറയാ? സെലക്ട് എ സാമ്പിൾ ഓഫ് ഇൻവോയ്സസ് received after the year end and agree to the GRN in order to confirm whether all the GRN received before the year end have been shown as a accrual at the year end. Clear ayo? Clear ayo maklai? Sir, no clear. നമുക്ക് ഇൻവോയ്സസ് ആഫ്റ്റർ ദ ഇയർ എൻഡ് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ആ ഇയർ എൻഡിന് ശേഷം റിസീവ് ചെയ്തേക്കുന്ന ഇൻവോയ്സസ് എല്ലാവരും എന്ത് ചെയ്തു എന്നാ പറഞ്ഞ് ഇയർ എൻഡിന്റെ അന്നേരത്തേക്കുള്ള എമൗണ്ട് ആയിട്ട് അക്രൂവൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ നമ്മൾ അത് തന്നെ നോക്കിയാൽ പോരെ. ഒരു സാമ്പിൾ ഓഫ് ഇൻവോയ്സ് ഇയർ എൻഡിന് ശേഷം ഉള്ളത് എടുക്കുക, എന്നിട്ട് അത് ബിഫോർ ദി ഇയർ എൻഡ് കിട്ടിയേക്കുന്ന ഗുഡ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ ഇയർ എൻഡിന്റെ അന്ന് അത് എന്തായിട്ട് കാണിച്ചിട്ടുണ്ടാവണം, ലയബിലിറ്റി ആയിട്ട് കാണിച്ചിട്ടുണ്ടാവണം. അപ്പൊ അത് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്താൽ പോരെ. ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. പിന്നെ നെക്സ്റ്റ് വേറെന്താ ചെയ്യാൻ പറ്റുക? ഇൻസ്പെക്ട് ദ ഡേറ്റ് ഓഫ് GRN ആൻഡ് എൻഷുർ റിലേറ്റിംഗ് ഇൻവോയ്സ് ഹാസ് നോട്ട് യെറ്റ് റിസീവ്ഡ് ടു കൺഫേം അക്രൂവൽ ബാലൻസ് അക്കൗണ്ടഡ് ഈസ് കറക്റ്റ്. ഓക്കെ, യാ, ഗുഡ്. പിന്നെ അടുത്തെന്താ? ഇൻഷു പറഞ്ഞ് സാമ്പിൾ ഓഫ് എന്തെടുക്കുക, GRN എടുക്കുക, എന്നിട്ട് അത് ഇൻവോയ്സ് ഏതെങ്കിലും ബിഫോർ ദി ഇയർ എൻഡ് കിട്ടിയേക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ അക്രൂവൽ ബാലൻസ് ആയിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഓക്കെ, പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? കോമൺ ആയിട്ടുള്ള പോയിന്റ്സ് പറ. പിന്നെ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പറയാം, പോയിന്റ് ആയിട്ട് പറയാം. കമ്പയർ ദ current year, current year payment period and accruals with the previous year, and in case of any significant differences discuss അല്ലേ, അല്ലെങ്കിൽ ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഫോർ ദ റീസൺസ് എന്നുള്ളത് പറയാം. പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? sample of supplier statement ആയിട്ട്. ഓക്കെ, സാമ്പിൾ ഓഫ് സപ്ലൈ സ്റ്റേറ്റ്മെന്റുമായിട്ട് എന്ത് എഗ്രി ചെയ്യാൻ പറയാം? Suppliers അക്കൗണ്ട്സ് അല്ലേ? അപ്പൊ എന്ത് പറയാം? എഗ്രി സാമ്പിൾ ഓഫ് supplier statements to the supplier accounts in order to confirm whether the outstanding balances to the suppliers have been shown completely. അല്ലേ? പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ലിസ്റ്റിംഗ് ഓഫ് ട്രേഡ് പേയബിൾ അക്കൗണ്ട്സ് ജനറൽ ലെഡ്ജർ ആയിട്ട്. ഓക്കെ, ഫൈൻ. പറഞ്ഞു. എന്ത് ചെയ്യാം? ലിസ്റ്റ് ഓഫ് ട്രേഡ് പേയബിൾ അക്കൗണ്ട്സ് ടു ദ payables ledger in order to confirm whether all amounts have been shown completely and accurately. പിന്നെ വേറെന്തായിരിക്കും? ബാക്കി PDF-ല് നോർമൽ പോയിന്റ്സ് എഴുതിക്കൂടെ? നമുക്ക് അതായത് സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയിട്ട് നമുക്ക് നോർമൽ പോയിന്റ്സ് എഴുതാം. വേറെന്തായിരിക്കും ചെയ്യാൻ പറ്റുക? ഇവിടെ സപ്ലൈ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ അവർ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ലേ? അവർ മിസ്റ്റേക്ക് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്നല്ലേ നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായിരിക്കും അവിടെ ചെയ്യാൻ പറ്റുക? obtain sample of reconciliation, supplier reconciliation statements. എന്നിട്ട് പറയാം സപ്ലൈ ലിസ്റ്റ് എഗ്രി ചെയ്യാൻ പറയാം അല്ലേ? സപ്ലയർ ഇൻഡിവിജ്വൽ ലിസ്റ്റ് ഓഫ് സപ്ലയർ ബാലൻസുമായിട്ട് എഗ്രി ചെയ്യാൻ പറയാം. എന്നിട്ട് കംപ്ലീറ്റ് ആണോ നോക്കാൻ പറയാം. ശരിയല്ലേ? അല്ലെ? അതുപോലെ തന്നെ എന്ത് പറയാം? റീപെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞൂടെ? റീപെർഫോം എ സാമ്പിൾ ഓഫ് സപ്ലൈർ സ്റ്റേറ്റ്മെന്റ് റീകൺസിലേഷൻ ഇൻ ഓർഡർ ടു കൺഫേം വെദർ ഓൾ ദി ബാലൻസസ് ഹാവ് ബീൻ ഷോൺ കംപ്ലീറ്റ്ലി ആൻഡ് ആക്യുറേറ്റ്ലി. പറഞ്ഞൂടെ? ഇങ്ങനെയുള്ള അഡീഷണൽ പോയിന്റ്സ് പറയാം. ക്ലിയർ ആയോ? ഇവിടെ കൺഫർമേഷൻ മേടിക്കാൻ പറ്റില്ല റിലേറ്റഡ് സപ്ലയർ.
അതായത് ഇയർ എൻഡിന്റെ അന്നത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് എത്രയാണ് സപ്ലൈസിന്റെ ഉള്ളതെന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് കൺഫർമേഷൻ വാങ്ങിക്കാൻ പറയാം. ഉം. ഓക്കെ, അതായത് അതെല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞ സിനാരിയോ സ്പെസിഫിക് പോയിന്റ്സിന് ആഡ് ഓൺ ആയിട്ട് കേട്ടോ. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനായിട്ടായിരുന്നു? ഇയർ എൻഡിന്റെ അന്നത്തെ ആ ജേണൽ എൻട്രി അവർ പാസ് ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ, അതേപോലെ തന്നെ അക്രൂവൽ അവർ കാണിച്ചു എന്ന് പറയുന്നത് കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ. ഓക്കെ, അടുത്ത നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? പ്രൊവിഷൻ ഫോർ ലീഗൽ ക്ലെയിം. നമ്മളോട് പറഞ്ഞു ഇൻ 31st March 2015 number of legal claims have been received by the company from the customers who suffered severe allergic reactions after using one of the Pacific company's products. They allege that product ingredients listed on the label were incorrect. An internal investigation has been suggested that one batch of the products has been incorrectly labeled. The finance director has recognized a provision in the draft financial statements of 0.5 million. നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞത്? കമ്പനിക്ക് എഗനസ്റ്റ് ആയിട്ട് കുറെ ലീഗൽ ക്ലെയിംസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കമ്പനിയുടെ കസ്റ്റമേഴ്സിന് കുറെ പേർക്ക് എന്തുണ്ടായെന്ന് പറഞ്ഞേ? അലർജി ഉണ്ടായി കമ്പനിയുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത കാരണം കൊണ്ട്. അത് കാരണം കൊണ്ട് കമ്പനിയുടെ പ്രൊഡക്ട്സിൽ കാണിച്ച ഇൻഗ്രീഡിയൻസ് തെറ്റായിരുന്നു. അതുമായിരുന്നു അതിന്റെ പ്രശ്നം. നമ്മളോട് പറഞ്ഞൊരു ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ വഴി നമ്മുടെ ഒരു പർട്ടിക്കുലർ ബാച്ച് മൊത്തത്തിൽ ഇൻകറക്റ്റ്ലി ആണ് ലേബൽ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായി. ഫിനാൻസ് ഡയറക്ടർ പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു 0.5 million. സിനാരിയോ സ്പെസിഫിക് ആണോ അതോ ബൈ ഹെർട്ട് ഡയറക്ട് തിയറി ആണോ? സിനാരിയോ സ്പെസിഫിക് ആണ്. അപ്പൊ ലിറ്ററലി ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൺഫേം ചെയ്യേണ്ടത്? അവർ 0.5 million ഓൾറെഡി പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തു കഴിഞ്ഞു. എന്തൊക്കെയായിരിക്കും നമുക്ക് കൺഫേം ചെയ്യേണ്ടത്? ചെയ്ത എമൗണ്ട് കറക്റ്റ് ആണ്. അതായത് ശരിക്കും ആ പ്രൊവിഷന്റെ എമൗണ്ട് 0.5 million തന്നെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയണം അല്ലെ? 0.5 million തന്നെയാണോ പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്കറിയണം. പിന്നെ എന്തൊക്കെയായിരിക്കും? എക്സാക്ട്ലി, കമ്പനി എന്ത് അസംഷന്റെ ബേസിസിലാണ് കമ്പനി ആ 0.5 million ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്കറിയണം. പിന്നെ വേറെ എന്തായിരിക്കും അറിയേണ്ടത്? പ്രൊവിഷനല്ലേ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഏതൊക്കെ കണ്ടീഷൻസ് മീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്നുള്ളത് നോക്കണം. പിന്നെയോ കമ്പനിക്ക് പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയണം. പിന്നെ നമുക്കറിയണം ആഡിക്വേറ്റ് ഡിസ്ക്ലോഷേഴ്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ 0.5 million തന്നെയാണോ പ്രൊവിഷൻ എന്ന് അറിയാനായിട്ട് നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? മാനേജ്മെന്റിനോട് ചോദിക്കുക എന്ത് റാഷണലിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പൊ പോയിന്റ് പറ. എന്തായിരിക്കും അവിടെ പറയേണ്ട സബ്സ്റ്റാൻറ്റീവ്? ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് on the rational on the basis of which they have determined the provision of 0.5 million. അല്ലേ? അവിടെ ഞാൻ പറഞ്ഞു പർപ്പസ് ഇനി അഡീഷണലി പറയണം. അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുക? കമ്പനിയുടെ പേരും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് പറയണം? ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് പസഫിക് കമ്പനി about the rationale on the basis of which they have determined the provision of 0.5 million in order to confirm whether it is reasonable. അടുത്തായിട്ട് നമുക്ക് എന്താ കൺഫേം ചെയ്യേണ്ടത്? കമ്പനിക്ക് ഒരു പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുമെന്ന് കൺഫേം ചെയ്യണം. എങ്ങനെയായിരിക്കും കൺഫേം ചെയ്യാൻ പറ്റുക? ലോയറിന്റെ അടുത്ത് ഓക്കെ, ലോയറിന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? കൺഫർമേഷൻ വാങ്ങിക്കാം. അപ്പൊ പറയൂ എങ്ങനെ കൺഫർമേഷൻ വാങ്ങിക്കേണ്ടത്? ഒബ്റ്റെയിൻ confirmation from the lawyer of Pacific company in order to confirm there is a probable cash outflow in relation to legal claim. Okay, fine. Okay, ഒരു കാര്യം കൂടെ പറയണം കേട്ടോ. ഈ ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ ലോയർ ഓഫ് പസഫിക് കമ്പനി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈ ലോയർ ഓഫ് പസഫിക് കമ്പനിയുടെ കയ്യിൽ നിന്ന് എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്തിനെ കുറിച്ചിട്ടാണ് വാങ്ങേണ്ടതെന്ന് കൂടെ പറയണം. മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്തിനെ കുറിച്ചായിരിക്കും വാങ്ങേണ്ടത്? In relation to the legal claim. ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവുമോ എന്നുള്ളതിനെ കുറിച്ച്. അതപ്പോ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ എന്ന് അറിയാൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളവിടെ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും പറയാ: ഒബ്റ്റെയിൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഫ്രം ദ ലോയർ ഓഫ് പസഫിക് കമ്പനി about whether there will be a probable future cash outflow for the company in order to confirm whether the provision is required. Clear ആയോ? ഓക്കെ, ഇനി എമൗണ്ട് ഓഫ് ലീഗൽ ക്ലെയിം ഉണ്ടാവുമോ എന്ന് അറിയാൻ അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? എക്സാക്ട്ലി, കറസ്പോണ്ടൻസിന്റെ കാര്യം നമുക്ക് പറയാം. ശരിയല്ലേ? അവിടെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ പസഫിക് കമ്പനി ആൻഡ് ദ ലോയേഴ്സ് in order to confirm whether in order to confirm whether there will be a probable future cash outflow for the company in relation to the provision. Okay, sorry, in relation to the legal claim എന്നുള്ളത് പറയാം. ഇനി വെരി ഈസി പോയിന്റ്. നമുക്ക് ആ 0.5 million റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? അതൊരു കമ്പ്യൂട്ടഡ് എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം?
Recalculate the amount of provision for legal claim of 0.5 million. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? In order to confirm arithmetical accuracy. മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി. പിന്നെ നമുക്ക് വേറെ എന്തായിരിക്കും പറയാൻ പറ്റുക? എക്സാക്ട്ലി ബോർഡ് മിനിറ്റ്സിന്റെ കാര്യം പറയാം. അവിടെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? റിവ്യൂ ബോർഡ് മിനിറ്റ്സ് in order to confirm whether the company is willing to settle the amount of legal claim. അല്ലേ? പിന്നെ വേറെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുക? ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ എന്ത് പറയാം? ഡിസ്ക്ലോഷേഴ്സിന്റെ പോയിന്റ് പറയാം. റിവ്യൂ ദ ഡിസ്ക്ലോഷേഴ്സ് in relation to the financial statement in relation to the legal claim in order to confirm whether it is provided in accordance with IAS 37 provision contingent liabilities and contingent asset. പിന്നെ എന്തായിരിക്കും? Breakdown of total provision എടുത്തിട്ട് അതില് provision related to legal claim include ചെയ്തിട്ടുണ്ട്. Okay, good. അപ്പൊ നമുക്ക് എന്താ പറയാം? Obtain the breakdown of provision included in the profit or loss of Pacific company in order to confirm whether they have appropriately accounted the amount of 0.5 million within the current year expense. Good. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. ക്ലിയർ ആയ മക്കളെ? ഓക്കെ. ഇനി അഡീഷണലി നമ്മൾ ആ ഡിസ്കസ് വിത്ത് മാനേജ്മെന്റിൽ പറയുന്നതിന് പകരമൊക്കെ നമുക്ക് വേണം എന്ത് ചെയ്യാം? ഒബ്റ്റൈൻ റിട്ടേൺ റെപ്രസെന്റേഷൻ എന്നുള്ള പോയിന്റ് യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഈ ലീഗൽ ക്ലെയിം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം? നമുക്ക് കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയൂടെ? അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ലീഗൽ ക്ലെയിം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ആ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് the amount of legal claim of 0.5 million with that of another company who have faced the same legal claim in order to confirm whether the claim amount recognized by the company is appropriate. നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലിയർ ആയോ? ഇനി കറക്റ്റ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഇയർ ഇൻ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട് എഗ്രി ചെയ്യാൻ പറയാം. ഇയറിന് ശേഷം സെറ്റിൽ ചെയ്തേക്കുന്ന എമൗണ്ടും അതേപോലെ തന്നെ ഇയറിന്റെ മുന്നേ റെക്കഗ്നൈസ് ചെയ്തേക്കുന്ന പ്രൊവിഷനും അപ്രോപ്രിയേറ്റ് ആണെന്ന് അറിയാം. ഗുഡ്. പിന്നെ കറസ്പോണ്ടൻസ് കസ്റ്റമർ ആയിട്ടുള്ളതല്ലേ ചെക്ക് ചെയ്യേണ്ടത്? കസ്റ്റമർ ആയിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ലീഗൽ ക്ലെയിമിന്റെ ക്ലെയിംസ് എന്തൊക്കെയാണ് അവർ റേസ് ചെയ്യുന്നതെന്ന് അറിയാൻ, എത്ര പ്രോബബിൾ ഫ്യൂച്ചർ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും അറിയാൻ കമ്പനിയും കമ്പനിയുടെ ലോയേഴ്സ് ആയിട്ടുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ വിച്ച് ഇസ് വെരി സിമ്പിൾ. നമ്മളോട് സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് കമ്പനിയുടെ റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പം സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കും റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുക? റവന്യൂവിനെ കുറിച്ച് എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത് നോക്കിയേ. The company's revenue has increased by 3.9 million during the year. The management accounts record information for revenue by key product line, of which there are 8, and also by stores. In August 2014, Pacific Company opened a new retail store, bringing number of stores to 14. In addition, it launched a number of new products across most of the key product lines. നമ്മളോട് എന്തൊക്കെയാ പറഞ്ഞത്? കമ്പനിയുടെ റവന്യൂ 3.9 million ആയി എന്ന് പറഞ്ഞു ഡ്യൂറിംഗ് ദി ഇയർ. അഡീഷണലി കൊണ്ടുവന്നത് കഴിഞ്ഞ വർഷം ടോട്ടൽ റവന്യൂ പ്രയർ ഇയറിലെ ടോട്ടൽ റവന്യൂ എത്രയായിരുന്നു? 41.3 ആണ്. അപ്പൊ ഈ പ്രാവശ്യം എത്രയായി? 41.3യുടെ കൂട്ടത്തിൽ 3.9 കൂടെ അഡീഷണലി വന്നു. മാനേജ്മെന്റ് അക്കൗണ്ട്സ് പ്രകാരം നമ്മളോട് പറഞ്ഞു കമ്പനിക്ക് കുറെ കീ പ്രൊഡക്റ്റ് ഉണ്ട്. 8 കീ പ്രൊഡക്റ്റ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ കമ്പനിക്ക് കുറച്ച് സ്റ്റോഴ്സും ഉണ്ടെന്ന് പറഞ്ഞു. പസഫിക് കമ്പനി പുതിയ റീറ്റെയിൽ സ്റ്റോഴ്സും പുതുതായിട്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ 14ലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞു. അഡീഷണലി കുറെ പുതിയ പ്രൊഡക്ട്സും അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളോട് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് കമ്പാരിസൺ. എന്തൊക്കെയായിരിക്കും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുക? ഓവറോൾ റവന്യൂ കമ്പയർ ചെയ്യാം. ഓക്കെ. ഓവറോൾ റവന്യൂ എന്ത് വെച്ചാൽ കമ്പയർ ചെയ്യേണ്ടത്? പ്രയർ ഇയറുമായിട്ട്. അപ്പൊ എന്ത് പറയാ? കമ്പയർ the overall revenue of Pacific Company with the prior year and discuss with the management in case of any significant difference. അല്ലേ? അല്ലെങ്കിൽ ഇവിടെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് എത്രയാണെന്ന് നമുക്കറിയാം. അത് എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കുക. എന്നിട്ട് പറയാം ആൻഡ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റീസൺ ഫോർ ഇൻക്രീസ് ബൈ എത്ര പെർസെന്റേജ് ആണെന്ന് പറയാം ഇൻ റവന്യൂ. പിന്നെ വേറെ എന്തായിരിക്കും പറയാൻ പറ്റുക? 8 പ്രൊഡക്റ്റ് ഇല്ലേ? 8 പ്രൊഡക്റ്റ് ഉണ്ട്. ആ പ്രൊഡക്റ്റിന്റെ കമ്പാരിസൺ നടത്തിക്കൂടെ? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്. ഓക്കെ. നമ്മൾ പഠിച്ചല്ലായിരുന്നു സെയിം പോയിന്റ്. ഒബ്റ്റെയിൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് revenue of Pacific Company in terms of 8 key products and compare it with the prior year in order to consider whether there is significant variance in revenue of any of these products. പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക?
ഓരോ സ്റ്റോഴ്സിന്റെയും ചെയ്തുകൂടെ? ഓരോ സ്റ്റോഴ്സിന്റെയും ചെയ്യാം. അപ്പം അവിടെ ബ്രേക്ക് ഡൗൺ ബൈ 8 മറ്റേ പ്രൊഡക്ട്സും സ്റ്റോഴ്സും ഒരുമിച്ച് ചോദിച്ചാലും മതി. ആ. ഓക്കെ. പിന്നെ വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? മന്ത്ലി റവന്യൂ കമ്പയർ ചെയ്യാൻ പറ്റും. യെസ്, നമുക്ക് ചെയ്യാം. അതായത് ഓരോ സ്റ്റോഴ്സിൽ നിന്നുള്ള മന്ത്ലി റവന്യൂ കമ്പയർ ചെയ്യാം പ്രയർ ഇയർ ബ്രേക്ക് ഡൗണുമായിട്ട്, എന്നിട്ട് സിഗ്നിഫിക്കന്റ് വേരിയൻസ് ഉണ്ടോ എന്ന് നോക്കാൻ പറയാം. പിന്നെ വേറെ എന്തായിരിക്കും? ഇല്ല. ഇവിടെ നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന വഴി എന്തെങ്കിലും കൺസിഡർ ചെയ്ത് അഡീഷണൽ ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? പ്രൂഫ് ഇൻ ടോട്ടലോ ഏതെങ്കിലും പറയാൻ പറ്റുമോ? യെസ്. ടാക്സ് ഏതൊക്കെയാ? അവർ പുതിയതായിട്ട് കുറെ റീറ്റെയിൽ സ്റ്റോഴ്സ് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്, പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു എന്നും പറയുന്നുണ്ട്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? പെർഫോം പ്രൂഫ് ഇൻ ടോട്ടൽ ഓഫ് ദി റവന്യൂ ബൈ കൺസിഡറിങ് എന്തൊക്കെയായിരിക്കും? അഡീഷൻ ഓഫ് new products across most of the product line during the current year and through its new retail stores in order to consider whether the increase in revenue from the stores have been appropriately accounted for. Clear ayo? Clear ayo maklai? Okay. പിന്നെ വേറെ ഏതായിരുന്നു നോർമലി റവന്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യാറുള്ള അനലിറ്റിക്കൽ പ്രൊസീജിയർ? എക്സാക്ട്ലി. കമ്പനിയുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കറണ്ട് ഇയറിലേത് കമ്പ്യൂട്ട് ചെയ്തിട്ട് പ്രയർ ഇയറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? കാൽക്കുലേറ്റ് ദി ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് ദി കമ്പനി ആൻഡ് കമ്പയർ വിത്ത് ദ പ്രയർ ഇയർ ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കന്റ് ഫ്ലക്ച്വേഷൻ. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes. ഓക്കെ. ഇത്രയും പോയിന്റ് നമ്മൾ എഴുതണോ? വേണ്ട. എത്ര പോയിന്റ് എഴുതിയാൽ മതി? 4 മാർക്കിന് എക്സാക്ട്ലി 4 പോയിന്റ്സ് എഴുതിയാൽ മതി. ക്ലിയർ ആയോ എല്ലാവർക്കും? സാർ നമ്മൾ ഈ ജനറൽ പോയിന്റ് മാത്രം എഴുതിയ മാർക്ക് കിട്ടാട്ടാണ്. ഇവിടെ നമുക്ക് ജനറൽ പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. പക്ഷെ നമ്മളോട് നോർമലി എക്സാമിനോട് എങ്ങനെയാണ് പറയാ? വിൽ ബി ലിമിറ്റഡ് ടു ഹാഫ് മാർക്ക്. സോ മാക്സിമം ആസ് പോസിബിൾ സിനാരിയോ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെ എഴുതാൻ നോക്കട്ടോ. ഓക്കെ. ഇനി ഫൈനലി നമ്മളോട് റിപ്പോർട്ടിങ്ങിന്റെ ക്വസ്റ്റൻ ആണ് ചോദിച്ചേക്കുന്നത്. ഡിസ്കസ് ദി ഇഷ്യൂ ആൻഡ് ഡിസ്ക്രൈബ് ദി ഇമ്പാക്ട് ഓൺ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇഫ് എനി ഓഫ് ദീസ് ഇഷ്യൂസ് റിമെയിൻ അൺറിസോൾവ്ഡ്. നമ്മളോട് ഇവിടെ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്, ഇവിടെ ഏതെങ്കിലും ഇഷ്യൂ അൺറിസോൾവ്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ അഫക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ പ്രോപ്പർലി ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്നുള്ളത് നോക്കി. ആൻഡ് ഇവിടെ മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, പെർവേസീവ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടതെന്ന് കൂടി കൺസിഡർ ചെയ്യുക. എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നോക്കി, ഡ്യൂറിംഗ് ദ ഓഡിറ്റ് ഓഫ് പസഫിക് കമ്പനീസ് പ്രൊവിഷൻ ഫോർ ലീഗൽ ക്ലെയിം, the audit team gathered audit evidence showing that provision should amount to 0.8 million. The finance director has suggested that no adjustment is made in 2015 financial statements, as he believes 0.5 million is a reasonable estimate and that the difference of 0.3 million is not material. അപ്പോൾ നമ്മളോട് പറഞ്ഞു, ഡ്യൂറിംഗ് ദി ഇയർ പസഫിക് കമ്പനിയുടെ പ്രൊവിഷൻ ഫോർ ലീഗൽ ക്ലെയിം അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഓഡിറ്ററായി നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ലീഗൽ ക്ലെയിമിന്റെ എമൗണ്ട് ശരിക്കും എത്ര വേണ്ടതെന്ന്? 0.8 മില്യൺ ആണ് ലീഗൽ ക്ലെയിമിന്റെ എമൗണ്ട് വേണ്ടത്. പക്ഷെ കമ്പനി ക്രിയേറ്റ് ചെയ്തേക്കുന്ന എത്രയേ ഉള്ളൂ? 0.5 മില്യൺ ആയിരുന്നു കമ്പനി ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ എത്ര എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നതെന്ന് പറഞ്ഞത്? 0.3 മില്യൺ ആണ് മിസ്സ്റ്റേറ്റ്മെന്റ് വന്നേക്കുന്നത്. പക്ഷെ ആ മിസ്സ്റ്റേറ്റ്മെന്റ് അവർ കറക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളോട് അത് കാരണം എന്ത് ഇമ്പാക്ട് ആണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യണം? ആ 0.3 മില്യൺ എന്ന് പറയുന്നത് മെറ്റീരിയൽ ആണെന്ന് നോക്കണം. നമുക്ക് ഏതൊക്കെ എമൗണ്ട് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് തന്നേക്കുന്നത്? റവന്യൂ 45.2 മില്യൺ തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് 4.1 മില്യൺ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ പ്രോഫിറ്റിന്റെ ബേസിസിൽ നോക്കാം. എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? എങ്ങനെയാണ് മക്കളെ? 0.3 മില്യൺ ബൈ എത്ര ചെയ്യണം? 4.1 മില്യൺ ചെയ്യുക, ഇൻറ്റു 100 ചെയ്യണം അല്ലേ? അപ്പൊ എത്രയാ വരിക? എത്ര പെർസെന്റേജ് വരിക? 7.3%. ഓക്കെ. ഇനി ടോട്ടൽ അസറ്റിന്റെ റവന്യൂ അല്ലേ? റവന്യൂ തന്നിട്ടുണ്ട് നമുക്ക്. റവന്യൂവിന്റെ ബേസിസ് നോക്കാം. റവന്യൂവിന്റെ എങ്ങനെ എടുക്കുക? 0.3 ഡിവൈഡ് ബൈ എത്ര ചെയ്യുക? 45.2 ചെയ്യുക, ഇൻറ്റു 100 എത്ര വരിക? 0.67%. ഓക്കെ, 7%. മെറ്റീരിയൽ ആണോ? അതെ. അതെ, കാരണം നമ്മൾ പറഞ്ഞതാണ് എത്ര പെർസെന്റേജ് പ്രോഫിറ്റിന് മേലെ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞത്? 5% മേലെ. റവന്യൂവിന്റെ എത്ര പെർസെന്റേജ് മേലെ വരണം എന്ന് പറഞ്ഞു? 0.5. ഇത് 0.6 ഉണ്ട്. therefore it's മെറ്റീരിയൽ. ഇത് പക്ഷെ പെർവേസീവ് ആണോ? പെർവേസീവ് ആണോ? നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
പ്രോഫിറ്റ് ആയിട്ടുള്ള 4.1 മില്യൺ അകത്തുനിന്ന് എത്ര കുറയ്ക്കണം? 0.3 0.3 മില്യൺ കുറയ്ക്കണം. കമ്പനി ലോസിലേക്ക് പോവോ? ഇല്ല. ഇല്ല. സോ ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട്. Not perverse. Okay. So it's a misstatement which is material, not pervasive. അപ്പൊ എന്ത് ഒപ്പീനിയൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? ക്വാളിഫൈഡ് ഒപ്പീനിയൻ. Yes, we need to provide qualified opinion. അല്ലേ? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവുക. സോ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും നമ്മളിവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടി വരിക. സോ ഇങ്ങനെയായിരിക്കും ഏത് ഒപ്പീനിയൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓരോ മിസ്റ്റേറ്റ്മെന്റും മെറ്റീരിയൽ ആണോ എന്നുള്ള കാര്യം നോക്കണം, പെർവേസീവ് ആണോ എന്നുള്ള കാര്യം നോക്കണം, അതിന്റെ ബേസിസിൽ ഏത് ഒപ്പീനിയൻ ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യവും കൺക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷെ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് എങ്ങനെ ആൻസർ എഴുതണം എന്ന് പറഞ്ഞ് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഐഡന്റിഫൈ ചെയ്യുക സിനാരിയോക്കകത്തുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് അവിടെ ശരിക്കും വേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ ആ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഏതാന്നുള്ളത് ജസ്റ്റ് ബെയറായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് പറയണം? സ്റ്റേറ്റ്മെന്റ് എന്താന്നുള്ള കാര്യം ജസ്റ്റ് മെൻഷൻ ചെയ്യണം. നാലാമതായിട്ട് എന്തായിരുന്നു പറയേണ്ടത്? മെറ്റീരിയൽ ആണോ? മെറ്റീരിയൽ ആണോ ഈ പർട്ടിക്കുലർ മിസ്റ്റേറ്റ്മെന്റ് എന്നുള്ള കാര്യം പറയണം. അഞ്ചാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? പെർവേസീവ് ആണോ? പെർവേസീവ് ആണോ എന്നുള്ള കാര്യം പറയണം. പെർവേസീവ് ആണോ എന്നുള്ള കാര്യം പറയാ. ദെൻ പിന്നെ അടുത്ത എന്തായിരുന്നു? ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്താന്നുള്ള കാര്യം നമ്മൾ പറയണം. ആൻഡ് ഫൈനലി ബേസിസ്. ഓക്കെ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ ആയിട്ട് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം കൂടെ പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറയേണ്ടത് അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ആൻസറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ആദ്യമേ മിസ്റ്റേറ്റ്മെന്റ് എന്താണോ മിസ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യണം. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പറയണം. ദെൻ മെറ്റീരിയൽ ആണെന്ന് പറയാം, പെർവേസീവ് ആണെന്ന് പറയാം, ഒപ്പീനിയൻ പറയാം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയാം. അപ്പൊ ഇവിടുത്തെ ഐഡന്റിഫിക്കേഷൻ പാർട്ടായിട്ട് നമ്മൾ എന്തായിരിക്കും പറയേണ്ടി വരിക? നിങ്ങൾ പറയാ, ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ certain claims have been raised against the company due to issues in relation to the company's products, and as per IAS 37 provision contingent liabilities and contingent asset, company should have created a provision for the probable future cash outflow. However, the company have created a provision of 0.5 million and the auditors have concluded that required amount of provision is 0.8 million, thereby creating a misstatement of 0.3 million. And then the amount of misstatement in relation to the provision is 7.3% of profit and 0.67% of revenue. Therefore, it is material. However, it cannot be treated as pervasive as the profit is not restated into losses even after adjusting the misstatements. Therefore, the auditor need to express a qualified opinion stating that except for the matters identified in relation to the provision, financial statement shows a true and fair view. Following the opinion paragraph, auditor shall also express basis of qualified opinion in order to quantify the misstatements in relation to legal claim and its effects over the financial statements. Clear? Is that clear, everyone? Yes, sir. ഓക്കെ. ഇൻഷാ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ബേസിസ് ഓഫ് ഒപ്പീനിയൻ കൊടുക്കണം. പക്ഷെ നമ്മളിപ്പം നമ്മൾ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുമ്പോൾ ബേസിസ് ഓഫ് ഏത് മോഡിഫിക്കേഷൻ എന്നല്ല പറയാ. ക്വാളിഫൈഡ് ആണെങ്കിൽ ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്നാണ് പറയാ. പക്ഷെ അൺമോഡിഫൈഡ് കൊടുക്കുമ്പോൾ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. സോ അപ്പൊ ഇങ്ങനെയായിരുന്നു നമ്മൾ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എപ്പോഴും ഓർത്ത് വെക്കുക, റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പറയണം, മിസ്റ്റേറ്റ്മെന്റ് പറയണം, മെറ്റീരിയൽ ആണോ നോക്കുക, പെർവേസീവ് ആണോ നോക്കുക, ഒപ്പീനിയൻ എന്താണെന്ന് നോക്കുക, ബേസിസ് ഓഫ് ഒപ്പീനിയൻ നോക്കുക. ഇനി ഇതിന് പുറമെ നമ്മൾ റിപ്പോർട്ടിംഗ് പഠിച്ച സമയത്ത് ഗോയിങ് കൺസേൺഡ് റിപ്പോർട്ടിംഗും പഠിച്ചിരുന്നു അല്ലേ? സോ ഗോയിങ് കൺസേൺഡ് റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആദ്യം നമ്മൾ പറഞ്ഞു, ഒരു കമ്പനിയുടെ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? നമ്മൾ നോക്കണം ഗോയിങ് കൺസേൺ അസംഷൻസ് കമ്പനിയുടെ അപ്രോപ്രിയേറ്റ് ആണോ. കമ്പനിയുടെ ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞത്? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെ കൊടുക്കുക. ഗോയിങ് കൺസേൺ അസംഷൻ ഒരു കമ്പനിയുടെ ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ഒപ്പീനിയൻ മക്കളെ കൊടുക്കേണ്ടത്?
അഡ്വേഴ്സ് ഒപ്പീനിയൻ ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ്. ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, അത് അവർ ആഡിക്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അൺസർട്ടനിറ്റീസ് ആഡിക്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഒപ്പീനിയൻ ആയിരുന്നു കൊടുക്കേണ്ടത്? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെ കൊടുത്താൽ മതി. പക്ഷെ അതിന്റെ കൂടുതൽ എന്തും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു? മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേണും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണ്. അൺസർട്ടനിറ്റി ഉണ്ട്, അത് അവർ ആഡിക്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അൺസർട്ടനിറ്റി മാത്രമാണ് ഡിസ്ക്ലോസ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? എന്ത് കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞ? അൺസർട്ടനിറ്റി മാത്രമാണ് ഡിസ്ക്ലോസ് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് കൊടുക്കുക. ഗോയിങ് കൺസേണിനെ കുറിച്ചും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കണം എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് എങ്ങാനും മാനേജ്മെന്റിനോട് നമ്മൾ ഗോയിങ് കൺസേൺ അസസ്മെന്റ് നടത്താൻ പറഞ്ഞു, അവരത് നടത്താൻ വില്ലിങ് ആവുന്നില്ല. ഗോയിങ് കൺസേൺ അസസ്മെന്റേ നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കണം. ഇനി ഗോയിങ് കൺസേൺ അസംഷൻ അവർ നടത്തി, പക്ഷെ അത് പ്രോപ്പർലി എക്സ്റ്റെൻഡ് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇത് കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞത്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു whenever we consider the going concern ability of a company, നമ്മൾ അവിടെ എപ്പോഴും കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കമ്പനിയുടെ ക്യാഷ് ഫ്ലോസ് ആയിരുന്നു കൺസിഡർ ചെയ്യേണ്ടത്. കമ്പനിയുടെ റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ല. കമ്പനിക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം എന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി വേഗം ഒരു കാര്യം ചെയ്തേ. ജാസ്മിൻ എന്ന് പറയുന്ന ക്വസ്റ്റിന്റെ ആ ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് നമുക്ക് നോക്കാം. കാരണം ആ ക്വസ്റ്റിനിലാണ് നമുക്കുള്ളത്. സോ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, വേഗം ഈ ജാസ്മിൻ കമ്പനിയുടെ ബാങ്ക് ബാലൻസിന്റെ അവിടെ ഓവർ ഡ്രാഫ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതിയേക്കുന്ന ഈ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ജാസ്മിൻ കമ്പനിയുടെ ഈ റിപ്പോർട്ടിങ്ങിന്റെ ഈ ഏരിയയും വായിച്ചു നോക്കുക വിത്ത് റിക്വയർമെന്റ്. എന്നിട്ട് അവിടെ ഏത് റിപ്പോർട്ടിംഗ് ആണ് ചെയ്യേണ്ടതെന്ന് പ്രോപ്പർലി വായിച്ചു നോക്കിയേ. The overdraft of 5.1 million has increased significantly since the prior year. The directors have informed you that the overdraft facility which the company requires in order to operate on a daily basis is due for renewal in August 2015 and that you are confident it will be renewed. During the final audit, the finance director has informed the audit team that Jasmine Company's bankers will not make a decision on the renewal of the overdraft facility until after the audit report is signed. The audit engagement partner is satisfied that use of going concern basis is appropriate. So നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? നിങ്ങളോട് പറഞ്ഞു ഫൈനൽ ഓഡിറ്റ് നടക്കാൻ പോവാണ്. ഫിനാൻസ് ഡയറക്ടറിനെ ഇൻഫോം ചെയ്തു ജാസ്മിൻ കമ്പനിയുടെ ബാങ്കർ ഈ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി റിന്യൂ ചെയ്ത് കൊടുക്കൂല എന്നുള്ള കാര്യം. ഇയർ എൻഡിന്റെ ഓഡിറ്റ് കഴിയുന്നോടം വരെ, അല്ലെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നോടം വരെ. ആൻഡ് ഓഡിറ്റ് എൻഗേജ്മെന്റ് പാർട്ണർ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു കമ്പനിയുടെ ഗോയിങ് കൺസേൺ അസംഷൻ അപ്രോപ്രിയേറ്റ് ആണെന്നുള്ളത്. പക്ഷേ ഡയറക്ടേഴ്സ് ഇതുവരെ നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു ബ്രീഫിംഗ് ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തേക്കാമെന്നാണ്. പക്ഷെ ഓഡിറ്റ് ടീം ഇതുവരെ കൺക്ലൂഡ് ചെയ്തിട്ടില്ല അത് അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്ന്. അപ്പൊ നിങ്ങളോട് ചോദിച്ചേക്കുന്ന എന്താ? Discuss the issue and impact over the auditor's report of Jasmine Company of adequate and inadequate going concern disclosure. Going concern disclosure adequate ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് അവിടെ എന്തായിരിക്കും ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷർ ആഡിക്വേറ്റ് അല്ല എന്നുണ്ടെങ്കിലും എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താ മക്കളെ? ശരിക്കും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞ എല്ലാവരും, എന്താ ഇവിടുത്തെ സിറ്റുവേഷൻ? What's the issue here? ഇവിടെ കമ്പനിക്ക് ഗോയിങ് കൺസേൺ എബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇഷ്യൂ. പക്ഷെ ഓഡിറ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവര് ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ് ഗോയിങ് കൺസേൺ അസംഷനിൽ. അപ്പൊ ലിറ്ററലി അങ്ങനെയാണ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് ആൻ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ അല്ലേ? ഒരു കമ്പനി ഗോയിങ് കൺസേണിലാണോ അല്ലയോ എന്നുള്ള അൺസർട്ടനിറ്റി ആണ് ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത്. സോ വെൻ ദർ ഈസ് ആൻ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ, റിപ്പോർട്ടിങ്ങിന്റെ മേലെ വരുന്ന ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ അതെങ്ങനെയായിരിക്കും? പ്യൂർലി ജഡ്ജ്മെന്റൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. എങ്ങനെയായിരിക്കും അതിവിടെ സംഭവിക്കുക? ഈ കമ്പനി ആഡിക്വേറ്റ് ഡിസ്ക്ലോഷർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും ഇമ്പാക്ട് ഓർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്? എന്തായിരിക്കും? എന്തായിരിക്കും? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്താൽ മതി. ശരിയല്ലേ? കാരണം എന്താ, ഈ സെയിം സിനാരിയോ എന്നല്ലേ? ഗോയിങ് കൺസേൺ അസംഷൻ അവരുടെ അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, അത് ആഡിക്വലി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ഒപ്പീനിയൻ കൊടുക്കേണ്ടത്? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്താൽ മതി. പക്ഷെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് അവർ എന്തും കൂടി കൊടുക്കണം എന്ന് പറയാ? അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫും കൂടി കൊടുക്കണം എന്ന് പറയാം. ശരിയല്ലേ? ഇനി ഗോയിങ് കൺസേൺ അസംഷൻ ഇൻഅപ്രോപ്രിയേറ്റ് ആണെങ്കിലോ എന്നാണ്, സോറി, ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലോ എന്നുള്ളതാണ് നമ്മളോട് രണ്ടാമത് ചോദിച്ചേക്കുന്നത്. അൺസർട്ടനിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഒപ്പീനിയൻ ആണ് കൊടുക്കണം എന്ന് പറഞ്ഞത്?
അൺസർട്ടനിറ്റിനെ കുറിച്ച് മാത്രമാണ് പറയാത്തതെന്നുണ്ടെങ്കിൽ ക്വാളിഫൈഡ് കൊടുക്കാൻ പറയാം. ഗോയിങ് കൺസേണിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് കൊടുക്കാനാണ് പറയേണ്ടത്? അഡ്വേഴ്സ് കൊടുക്കാൻ പറയണം. ഇവിടെ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ കുറച്ച് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ എന്താണെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഗോയിങ് കൺസേണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ച് മാത്രം അവർ പറയാത്തത്? അൺസർട്ടനിറ്റിയെ കുറിച്ച് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളപ്പോ അവിടെ എന്തായിരിക്കും കൊടുക്കേണ്ടി വരിക? എന്തായിരിക്കും? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കേണ്ടതായിട്ട് വരിക. സോ ഫോളോയിങ് ദ ക്വാളിഫൈഡ് ഒപ്പീനിയൻ പാരഗ്രാഫ് എന്തും കൂടി ഇൻക്ലൂഡ് ചെയ്യാനും പറയണം. ബേസിസ് ഫോർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇൻക്ലൂഡ് ചെയ്യാനും കൂടി വേണം പറയാൻ. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ആ രീതിയിലായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അൺസർട്ടനിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ അത് പ്രോപ്പർലി നോക്കുക. അൺസർട്ടനിറ്റിനെ കുറിച്ചാണോ നിങ്ങളോട് ചോദിച്ചേക്കുന്നതെന്ന്. അപ്പൊ അൺസർട്ടനിറ്റിയെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും എഴുതേണ്ടി വരിക. അപ്പൊ അവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? മാറ്റേഴ്സ് പാർട്ട് ആദ്യമേ പ്രോപ്പർലി എഴുതണം. അപ്പൊ നമ്മൾ ആദ്യമേ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് മാറ്റേഴ്സിനെ കുറിച്ച് ആദ്യമേ എഴുതും. നമ്മൾ പറയും ഔട്ട്കം ഓഫ് നെഗോസിയേഷൻ എന്ന് പറയുന്നത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് സൈൻ ചെയ്തതിനു ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ ആണെന്നുള്ളത് പറയാം. ഇമ്പാക്ട് ഓർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കാന്ന് പറയാം. എന്നിട്ട് ആദ്യം നമ്മൾ പറയാം ഡിസ്ക്ലോഷർ ആഡിക്വേറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഡിക്വേറ്റ് ആണെങ്കിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ ഓഡിറ്റ് ഒപ്പീനിയൻ മോഡിഫൈഡ് ആവുമോ? ഇല്ല, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ തന്നെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഡിസ്ക്ലോഷർ ഇനാഡിക്വേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറയാം? ഡിസ്ക്ലോഷർ ഇനാഡിക്വേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ ഒരു മോഡിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അവിടെ മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതർ ദാൻ മിസ്സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഉള്ള ഏരിയാസ് ട്രൂ ആൻഡ് ഫെയർ ആണ്. therefore ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് ആസ് യൂഷ്വൽ നമ്മൾ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം. അവിടെ ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം. സബ്സിക്വന്റ് ടു ദ ഒപ്പീനിയൻ പാരഗ്രാഫ് in order to mention about material uncertainty relating to going concern. ഈ രീതിയിലായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ടാവുക ആൻസേഴ്സ് ഇൻ റിലേഷൻ ടു അൺസർട്ടനിറ്റി ഓഫ് ഗോയിങ് കൺസേൺ. അപ്പൊ ഈ രണ്ട് പാറ്റേണിലാണ് നോർമലി നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക. സോ റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും എന്ത് ചെയ്യുക? പ്രോപ്പർലി ചെയ്ത് നോക്കുക. സോ ഇത്രയും ഏരിയാസ് ആയിരുന്നു നമ്മുടെ ഈ ഡബ്ല്യുയുടെ കേസിൽ നോർമലി നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിക്കാറുള്ളത്. സോ ബേസിക്കലി നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതൊക്കെ ഏരിയാസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക? നമ്മൾ ഓൾറെഡി നമ്മൾ ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയാസ് നോക്കി. അതേപോലെ തന്നെ നമ്മൾ ഓഡിറ്റ് റിസ്കിന്റെ ഏരിയാസ് നോക്കി. അതേപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എത്തിക്സ്, കോർപ്പറേറ്റ് ഗവർണൻസ്, സബ്സ്റ്റാൻറ്റീവ്സ്, റിപ്പോർട്ടിങ്, ഇത്ര ഏരിയാസ് ആണ് നോക്കിയത്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇത്ര ഏരിയാസ് മാത്രമാണ് നമുക്കുള്ളതെന്നല്ല. ഇത്രയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഇതിന് പുറമെ നമുക്ക് റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. പ്ലസ് നമുക്ക് അതേപോലെ തന്നെ അഡീഷണലി വരുന്ന ഏരിയാസ് ആണ് നമ്മുടെ തിയറിറ്റിക്കൽ ഏരിയാസ്. തിയറിറ്റിക്കൽ ഏരിയാസിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ള ഫയൽ ഞാൻ ഇനി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ്റെ അകത്താണുള്ളതെന്നുള്ളത്. ഇതാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടൈംസ് റിപ്പോർട്ടിങ്ങിൻ്റെ അകത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏരിയാസ്. അപ്പോൾ ഈ ഏരിയാസും അഡീഷണലി റിവൈസ് ചെയ്യണം. ഇനി നാളെ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോക്ക് എക്സാം ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പ്രയർ ഇൻഫോം ചെയ്ത പോലെ തന്നെ. അതുപോലെ തന്നെ മോക്ക് എക്സാമിന്റെ ഡിസ്കഷൻസും ഉണ്ടാവും. സോ ഡിസ്കഷൻ എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യും. അതേപോലെ തന്നെ മോക്ക് എക്സാം നാളെ തന്നെ എല്ലാവരും അപ്പിയർ ചെയ്യാനായിട്ട് നോക്കുക. ആൻഡ് അതിന് ശേഷമായിരിക്കും നമുക്ക് ഡിസ്കഷൻ ഉണ്ടാവുക. ആൻഡ് അപ്കമിംഗ് ഡേയ്സിൽ നമ്മുടെ റെഗുലർ ബാച്ചിലുള്ള സ്റ്റുഡൻസ് നമുക്ക് അഡീഷണൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പ്രോപ്പർലി അതിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുക. സോ ഇനി നമുക്ക് വളരെ കുറച്ച് ടൈമാണ് പഠിക്കാനായിട്ടുള്ളത്. ആ ടൈമിൽ എല്ലാ ഏരിയാസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓഡിറ്റ് റിസ്കിന്റെ ഏരിയാസിനും ഇന്റേണൽ കൺട്രോൾസിന്റെ ഏരിയാസിനും എല്ലാം. അതേപോലെ തന്നെ ഡെയിലി എല്ലാ ദിവസവും ഓഡിറ്റ് റിസ്കിന്റെ ഒരു ക്വസ്റ്റൻ ഇന്റേണൽ കൺട്രോളിന്റെ ക്വസ്റ്റനും വെച്ച് ചെയ്യുക. കറസ്പോണ്ടിംഗ്ലി നമ്മുടെ MCQസും ചെയ്ത് പോവുക. MCQസിന്റെയും റെക്കോർഡിങ്സ് തന്നിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും പ്രോപ്പർലി നോക്കി പോവുക. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റൻസും തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചെയ്തതാണ് ഇന്റേണൽ കൺട്രോൾസിന്റെ ഓഡിറ്റ് റിസ്കിന്റെയും. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒരു വട്ടം എന്നല്ല 3 വട്ടം വെച്ച് ചെയ്തതാണ് ക്ലാസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചെയ്യാൻ പെൻഡിങ് ഉള്ളത് അത് ചെയ്ത് നോക്കുക. മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഏറ്റവും പ്രോപ്പറായിട്ട് അത് എഴുതി നോക്കുക എല്ലാവരും. ഓക്കെ, ഓൾറൈറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു.